ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്വിൻ സ്റ്റാർസ്. നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു നമ്മുടെ കുഞ്ഞുവിൻ്റെ ഋതുമതി ഫംഗ്ഷൻ കാണാനായിട്ട്. തലേ ദിവസത്തെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോ ഇട്ടപ്പോൾ ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ തലേദിവസം രാത്രി അറേഞ്ച് ചെയ്ത് വെച്ചത് ഇങ്ങനെയായിരുന്നു കേട്ടോ. നമ്മൾ സ്റ്റേജിലാണെങ്കിൽ ഒരു താമരുരുളിയും ആ താമരുരുളി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചടങ്ങിന് ആവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ 3 കുടങ്ങളൊക്കെ വെച്ച് അങ്ങനെ കുറേ ചടങ്ങുകൾ വരാനിരിക്കുന്നുണ്ട്. ആളുകൾ ഓരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എനിക്കൊക്കെ ആണെങ്കിലും കീത്തുവിനും എല്ലാവർക്കും ഓരോരോ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒരു കുഞ്ഞിക്കല്യാണം എന്ന് പറയുമ്പോൾ ഓരോ സ്ഥലത്തും ഓരോ ചടങ്ങുകളാണ്. അപ്പോൾ ഏറ്റവും ബെറ്ററായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോട് കൂടിയിട്ട് നമുക്ക് ഒരുപാട് ചടങ്ങുള്ളതുകൊണ്ട് തന്നെ എല്ലാതും ഇങ്ങനെ 1/1 1/1 ആയിട്ട് നമ്മളിങ്ങനെ എല്ലാതും സെറ്റ് ചെയ്ത് വെക്കണം. അതായത് ലാഗ് അടിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഓട്ടത്തിലായിരുന്നു. അപ്പോൾ നമ്മുടെ പാറൂസും ഒരുങ്ങി നല്ല സുന്ദരി മോളായിട്ട് സച്ചു ചേച്ചിയുടെ കൂടെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പിള്ളേരാണെങ്കിലും 3 പേരും നല്ല നല്ല കല്യാണരാമൻ ഷർട്ടും മുണ്ടൊക്കെ ഉടുത്ത് സെറ്റായിരുന്നു. ലീനമ്മ വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ അമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചടങ്ങുകൾ നമുക്കിങ്ങനെ കാണാം. ഞാൻ ഇപ്പോഴും പറയുന്നു, ഓരോരുത്തും ഓരോരോ ചടങ്ങുകളാണ് കേട്ടോ നമ്മളിവിടുത്തതാണെന്ന് കാണിക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ കുഞ്ഞുവിനെ കൊണ്ടുവരുന്നു. എണ്ണയും മഞ്ഞളും താളിയും ഒക്കെ ഇട്ട് ഇതാക്കിയതിന് ശേഷം നേരെ കുളിപ്പിക്കാൻ കൊണ്ടുപോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള താളിയും മഞ്ഞളും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ 3 കുടത്തിലായിട്ട് പാലും വെള്ളം, പനിനീർ വെള്ളം, അതേപോലെ മഞ്ഞളുള്ള വെള്ളം, അങ്ങനെയാണ് 3 കുടത്തിലായിട്ടുള്ളത്. ഇതിപ്പോൾ എണ്ണ, താളി, മഞ്ഞളും പൂക്കളും അങ്ങനെയാണ് കേട്ടോ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ പാട്ടൊക്കെ അവളുടെ എൻട്രി ടൈമിൽ പാട്ടൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഞാനായാലും കീത്തു ആയാലും. അപ്പോൾ ഇനി ഓരോന്നായിട്ട് നമ്മുടെ ചടങ്ങുകൾ കാണാം. ആദ്യം നമ്മൾ നമ്മുടെ കുട്ടീനെ ഈ ഒരു ഇതിലിരുത്തിയതിന് ശേഷം എണ്ണയാണ് ഇട്ട് ഒഴിക്കുന്നത്. അപ്പം ഈ ഒരു സീനിൽ നമ്മുടെ ദിവ്യേച്ചിയുടെ ഇടറുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? അത് സ്വാഭാവികം, നമ്മളെ അമ്മമാർക്കൊരു ഫീൽ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പം ഫസ്റ്റ് നമുക്ക് ആദ്യം അങ്ങനെ എണ്ണ ഇങ്ങനെ ഓരോ ഡ്രോപ്പ് ബൈ ഡ്രോപ്പായിട്ട് ഇങ്ങനെ ഒഴിക്കുന്നുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ ഇവരുടെ ജസ്റ്റ് ഒരു ഫാമിലി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ, അമ്മ, ചേട്ടൻ, കുഞ്ഞു, പിന്നെ നമ്മുടെ അച്ചമ്മയുണ്ട് വീട്ടിൽ കേട്ടോ. ഇനി നമ്മൾ ഓരോരുത്തരായിട്ട് മഞ്ഞൾ തേപ്പിക്കും. അപ്പം നമ്മുടെ വീട്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ഫാമിലിയാണ്. അതായത് നമ്മുടെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ആൾക്കാർക്കറിയാം, ഒരുപാട് ആൾക്കാർ നമുക്ക് ബന്ധുക്കളായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെപ്പോഴും സ്ഥാനങ്ങൾക്ക് ഭയങ്കര മുൻതൂക്കം കൊടുക്കുന്ന ആൾക്കാരാണ്. അതായത് ഞങ്ങൾക്ക് ഒരു കൂട്ടർ ഒരിക്കലും ഒഴിച്ചു മാറ്റി നിർത്താൻ പറ്റില്ല. ഇപ്പം മഞ്ഞൾ തേക്കുന്ന ഒരു കാര്യമായാൽ പോലും കുഞ്ഞുവിനെ അത് തേപ്പിച്ചു കൊടുക്കാൻ അർഹരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം എടുത്തായിരുന്നു ഞങ്ങളിത് ചെയ്യാനായിട്ട്. ഇപ്പം എണ്ണ ഇടാനായിട്ട് കുറേ പേരുണ്ടായിരുന്നു, മഞ്ഞൾ തേപ്പിക്കാൻ കുറേ പേരുണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ മഞ്ഞൾ തേച്ചതിന് ശേഷം നമ്മൾ തലയിൽ കുറച്ച് താളി ഇടുന്നുണ്ട്. താളി ഇട്ടതിന് ശേഷമാണ് നമ്മൾ കുടത്തിൽ വെള്ളം ഒഴിക്കുന്നത്. കുഞ്ഞുവിൻ്റെ മാമനും അമ്മായിമാരാണ് കേട്ടോ. 2 മാമന്മാരുണ്ട്, അവരുടെ വൈഫ് ഭാര്യമാരാണ് കുടത്തിലിങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം അത് നമുക്കിങ്ങനെ സീൻ ബൈ സീനായിട്ട് കാണാം. എല്ലാരും കുട്ടി നോക്കി
ഓക്കെ സീരിയൽ അഭിനയിക്കണം ഇത് ഞങ്ങളുടെ ഫോട്ടോഷൂട്ടിൻ്റെ കുറച്ച് ഭാഗങ്ങളായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ സ്റ്റെപ്പിലേക്ക് കിടന്നത്. ഫസ്റ്റ് നമ്മൾ പാലുകൊണ്ടുള്ളൊരു ധാരയായിരുന്നു, അതിനുശേഷം മഞ്ഞൾ, പിന്നെ പനിനീര്. ഇതാണ് കേട്ടോ കാണുന്നത്. അവസാനം നമ്മളിത് ഈ പുഷ്പങ്ങളും കൂടെ ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ കൊച്ചിനെ നേരെ കുളിപ്പിക്കാൻ കൊണ്ടുപോവാണ്. പണ്ടൊക്കെ നമ്മൾ നേരെ കുളത്തേക്കാണ് കൊണ്ടുപോവുക. കുളത്തിലേക്ക് കൊണ്ടുപോയിട്ട് കുളമില്ലാത്ത ആൾക്കാർ ഓട്ടോറിക്ഷ വിളിച്ച് പോകണ അങ്ങനെ ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. പണ്ടെന്ന് പറയാൻ നിയറസ്റ്റ് എന്തായാലും ഒരു കുളം കാണുമല്ലോ. നമ്മളിവിടെ നിയറസ്റ്റ് അങ്ങനത്തെ കുളങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുളം നമ്മുടെ ബാത്റൂമാക്കി സങ്കല്പിച്ച് നമ്മൾ കുളിക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. അപ്പം നമ്മുടെ ഈ ഒരു കൊടേനെ നമ്മൾ വേറെന്തൊരു പേര് പറയും, അത് ഞാൻ മറന്നുപോയി. വേറൊരു തുണി വെച്ച് കെട്ടിയിട്ട് നമ്മൾ നേരെ കുട്ടീനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കുളിക്കണ ആ ഒരു സമയമായപ്പോഴത്തേനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തു. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന പയ്യനൊരു താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ A to Z കാര്യങ്ങൾ ഇതിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് മാമൻ്റെ 2 ഭാര്യമാരെന്ന് പറയണത്. അവർ കൊണ്ടുവന്ന ഡ്രസ്സാണ് കേട്ടോ ഇത്. ഇനി ആ ഡ്രസ്സാണ് കുളി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ കുഞ്ഞുവിനെ കുളിപ്പിക്കുക, അതായത് നമ്മൾ വയസ്സറിയിച്ച് കുട്ടീനെ കുളിപ്പിക്കാനായിട്ട് കുറേ കാരണന്മാരുണ്ടായിരിക്കും. എന്നാലും കുറേയും കൂടെ അതായത് അച്ഛൻ്റെ ചേച്ചിയോ അനിയത്തിയോ അവർക്കാണ് സ്ഥാനം ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ചേച്ചിയാണ് വയലറ്റ് ചുരിദാറിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവളിടുന്ന ഡ്രസ്സ് മാമനും അമ്മായിമാരും കൊണ്ടുവന്ന ഡ്രസ്സായിരിക്കും കുളി കഴിഞ്ഞിട്ട് ഇടുന്നത്. അതിനുശേഷം തലയിൽ കൂടെ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ തുണി ഇങ്ങനെ മറച്ച് വയ്ക്കും. പിന്നെ ഒരു കുങ്കുമം. പിന്നെ കുറേ ആൾക്കാർ ഇവിടെയാണെങ്കിലും ഒരുപാട് ആൾക്കാർ 2 ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത് നിർബന്ധമില്ല കേട്ടോ. ഇവിടെ നമ്മൾ ഒരു വേറെ ഡ്രസ്സും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ 2 ഡ്രസ്സ് ഇടുന്നത്. അതല്ലാത്ത ആൾക്കാർ ഇവിടെ ഒരൊറ്റ ഡ്രസ്സ് ഇട്ടിട്ട് കുളി കഴിഞ്ഞ് പുറത്ത് വെച്ചിട്ട് തന്നെ ഫുൾ മേക്കപ്പ് കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറുന്ന ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് 2 ഡ്രസ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് മാമനും അമ്മായും തന്ന ഡ്രസ്സ് ആദ്യം ഇടും. അതിനുശേഷം നമ്മൾ കിഴക്കാപ്പുറത്തേക്ക് ഓരോ ചുവടിലും വെറ്റിലിങ്ങനെ വെച്ച് കൊടുത്തിട്ട് വെറ്റില ചവിട്ടി പോവും. കയ്യിൽ ഒരു തളികയിൽ വെള്ളം ഉണ്ടായിരിക്കും. അപ്പോൾ കുളി കഴിഞ്ഞ് ഫസ്റ്റ് ആ തളികയും പിടിച്ചിട്ട് നോക്കേണ്ടത് നിറഞ്ഞു നിൽക്കുന്ന കൊലയുണ്ടല്ലോ, തെങ്ങിൻ്റെ കൊലയില്ലേ, ആ തെങ്ങിൻ്റെ കൊലയമൊക്കെയാണ് ഫസ്റ്റ് നോക്കേണ്ടത്. ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രായപൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം തികഞ്ഞ ഒരു സ്ത്രീയായി മാറട്ടെ, അങ്ങനെ ഒരു സങ്കല്പമാണ് കേട്ടോ ഇതിൻ്റെ പിന്നിലുള്ളത്. അതിനാണ് നമ്മൾ വലിയ ഫുള്ള് കൊലകളുള്ള ഒരു തെങ്ങിൻ്റെ മേലയിൽ ആദ്യം കാണിക്കും. അതിനുശേഷം പിന്നെയും ഓരോ വെറ്റില വെച്ച് കാലടി വെച്ച് നമ്മൾ കിഴക്കാപ്പുറത്തേക്ക് പോകും. അപ്പം നമുക്കിങ്ങനെ ഒരു കൊടി ഉണ്ടായിരുന്നു. അപ്പോൾ തല മൂടിയിട്ടായിരിക്കും വരിക. അപ്പോൾ ഇതിനു മുമ്പ് ഫസ്റ്റ് നമ്മൾ ആളെ വാൽക്കണ്ണാടിയിൽ കുഞ്ഞുവിൻ്റെ മുഖം കുഞ്ഞു തന്നെ കാണും. അത് ഇതിലുണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ, ഞാനിത് കവർ ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല. ആദ്യം അങ്ങനെ കാണും. അത് കണ്ടതിന് ശേഷം കണ്ണും പൊട്ടൊക്കെ എഴുതിച്ച് ജസ്റ്റ് നമ്മുടെ കൊല നോക്കും. കിഴക്കാപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വേറൊരു ചടങ്ങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേൽക്കൂരയുടെ മേലേക്ക് ഈ വെള്ളം നമ്മൾ എറിയും. ഇതിൻ്റെ ഐതിഹ്യം എനിക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ ചെയ്യും മേലെ. എന്നിട്ട് നമ്മൾ സഹോദരന്മാരാരാണോ അവരെ നമ്മൾ കാണും. അങ്ങനെയാണ്. അപ്പം ഈ ഒരു ചടങ്ങ് കഴിയുമ്പോഴത്തേനും നമ്മുടെ ആരതി ഒഴിഞ്ഞ് കയറ്റാനായിട്ട് നമ്മുടെ വീട്ടിലെ കാർന്നവരുണ്ടായിരിക്കും. അതിനു മുമ്പ് ഒരു നാളികേരം ഉടയ്ക്കുക, ഒരു കുടം വെള്ളം
ചെരിക്കുക, എന്നിട്ട് നമ്മൾ കവച്ച് വെച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് കയറുകയാണ്. ഈ ചടങ്ങുകളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പെൺകുട്ടിയിൽ നിന്നും ഒരു ഒരു മുതിർന്നൊരു സ്ത്രീയിലേക്കുള്ള പരിണാമമാണല്ലോ. ഇനി ആളാകെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് ചേഞ്ചസ് ആൾക്കുണ്ടായിരിക്കും. അതിനോടൊക്കെ അനുബന്ധിച്ചിട്ടുള്ള ചടങ്ങുകളാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടിരുത്തിയതിന് ശേഷം നമ്മളൊരു പുൽപ്പായയിൽ എന്താ പറയുക, കുറേ സാധനങ്ങൾ വയ്ക്കും. വിളക്കും നിറയെ വയ്ക്കും, പച്ചക്കറികൾ, അമ്മിക്കുഴ, ചിരവ. ഇത് ഇവിടെ മസ്റ്റായിട്ടും ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. എല്ലാ പച്ചക്കറിയും വിളക്കും അമ്മിക്കുഴയും ചിരവ എല്ലാത്തിനെയും നമ്മൾ തൊട്ട് നിറയെ വയ്ക്കുക. അതിനോടൊരു ബഹുമാനം കൊടുക്കുക. ആ ഒരു സംഭവത്തിൽ നമ്മളിവിടെ സംസാരിച്ചപ്പോൾ എന്താ പറയുക, ഓരോ കാരണന്മാർക്കും ഓരോരോ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ചടങ്ങുകളുടെ കാര്യം പലർത്തും വ്യത്യാസങ്ങളാണ്. അവർ കാരണവന്മാരായിട്ടേ കൊണ്ടുപോകുന്ന ആചാരങ്ങളുണ്ടല്ലോ, പണ്ട് തൊട്ടേ ആഘോഷിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നല്ലോ. ഇപ്പം കുറേ വേറെ ചടങ്ങുകളും വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അന്ന് പറഞ്ഞതിൽ വെച്ചിട്ട് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ കാര്യം ഇത് മിസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് കേട്ടോ. ഇതെന്തായാലും ഈ ഒരു ചടങ്ങ് നടത്തണം എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു മധുരം കൊടുക്കും. സാധാരണ ശർക്കര പായസം എങ്ങാനും കൊടുക്കാറുണ്ട്. അപ്പോൾ ചെറിയൊരു മധുരം കൊടുത്തതിന് ശേഷം ഇത് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണ് കേട്ടോ. അതും വിത്ത് ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു തട്ടാക്കിയിട്ട് ചേച്ചി, അതായത് കുഞ്ഞുവിൻ്റെ അമ്മ കുഞ്ഞുവിൻ്റെ കയ്യിൽ കൊടുക്കും. ഇനിയാണ് മേക്കപ്പ്. ഞങ്ങളുടെ ബാക്കിൽ ഞങ്ങൾ ഓട്ടം കണ്ടില്ലേ, ഞങ്ങളിനി കുറച്ച് പേര് നിന്നിട്ട് ഇനി മേക്കപ്പ് ചെയ്യണം. ഇതിൻ്റെ ഇടയിൽ ഇതിലെന്താ ഓർണമെൻറ്റ്സ് നമ്മൾ തലേ ദിവസം സെറ്റ് ചെയ്ത് വെച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഒരു തട്ടിൽ വളകളും അരപ്പട്ട കാര്യങ്ങളൊക്കെ ആയിട്ട്. അത് ഇനി മേക്കപ്പിൻ്റെ സമയമാണ് കേട്ടോ. ഈ ഒരു മേക്കപ്പിൻ്റെ ടൈമിൽ പുറത്ത് കുഞ്ഞുൻ്റെ ചെറിയ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അപ്പോൾ വാലൻറ്റൈൻസ് ഡേയുടെ അന്നാണ് നമുക്ക് സർപ്രൈസ്, മീൻസ് നമ്മൾ രാത്രി സർപ്രൈസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഏട്ടൻ്റെ കേക്ക് മേടിച്ചുകൊണ്ട് വരികയാണ്. ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു കുട്ടി സർപ്രൈസ് ഉണ്ടായിരുന്നു. എനിക്കൊരു ഡയറി മിൽക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു കുട്ടി പ്ലാനിങ് നടക്കുന്നുണ്ടായിരുന്നു. ഒട്ടും എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല കേട്ടോ. പ്രത്യേകിച്ചും ഇത്രയും തിരക്കുകളുടെ ഇടയിൽ അദ്ദേഹം ഇങ്ങനൊരു ഡയറി മിൽക്ക് മേടിക്കുന്നു വിചാരിച്ചില്ല. ബാക്കി നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യങ്ങൾ ഒരു ഹക്കൊക്കെ കൊടുക്കും. ഇതുപോലെ സാധനം ഉണ്ടായടാ, അതോടെ പോടാ. പൊന്നൂസിന് ഏട്ടൻ സർപ്രൈസ് കിട്ടിയതിന് ശേഷം നേരത്തെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പിന്നെ കുഞ്ഞുവിനെ ഭയങ്കര ഹറിബറിൽ ഞങ്ങൾ മേക്കപ്പ് ചെയ്യിക്കുമായിരുന്നു. കാരണം ഈ ഒരു ചടങ്ങൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു 12 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇനിയാണ് നമ്മുടെ ഡാൻസ് പ്രോഗ്രാം ഉള്ളത്. അതേപോലെ തന്നെ ഓരോരുത്തരും ഗിഫ്റ്റ് കൊടുക്കുന്നത്, ഇവൾക്ക് മധുരം വെപ്പൊക്കെ ഇത് കഴിഞ്ഞിട്ടുള്ള ചടങ്ങാണ്. അപ്പോൾ മെയിൻ സ്റ്റേജിലേക്ക് നമുക്ക് കൊണ്ടുപോകണം. അങ്ങനെ ഒരു 1/2 മണിക്കൂർ തികച്ചെടുത്തില്ല. ഞങ്ങളുടെ ഒരു 10-20 പേരുടെ കൈയും കൊണ്ട് കുഞ്ഞുവിനെ നല്ല സുന്ദരിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേനും സ്റ്റേജിൽ എന്താ പറയുക, ഫസ്റ്റത്തെ മധുരം വെപ്പിനുള്ളത് അറേഞ്ച് ചെയ്തിട്ട് ആക്ച്വലി ഞങ്ങളിത് ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ അവളെ കൊണ്ട് ഇരുത്തിയതിന് ശേഷം ലാസ്റ്റായിട്ട് ഡാൻസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ മധുരം വെക്കാന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ അപ്പോഴത്തേനും ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ കയ്യിൽ നിറച്ച് ഫ്രൂട്ട്സുള്ള അടുത്ത തട്ടും കൊണ്ട് നമ്മൾ മെയിൻ സ്റ്റേജിലേക്ക് പോവുകയാണ്. ആങ്ങളമാരൊക്കെ കൊണ്ട് മെയിൻ സ്റ്റേജിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ടോട്ടൽ ഒരു 3 തട്ടുണ്ടായിരുന്നു. അപ്പോൾ പാറുവിൻ്റെ കയ്യിൽ നിങ്ങളൊരു വലിയ പൂമാല കാണുന്നുണ്ടോ? നമ്മളപ്പോൾ വീടിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് പോയിട്ട് പന്തലിൻ്റെ
അവിടെ നിന്ന് എൻട്രി ചെയ്യുക എന്നുള്ളൊരു പ്ലാനിങ് ആണ് കേട്ടോ ഉള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിലൊക്കെ നല്ല അസല മ്യൂസിക് ഇട്ടിട്ടാണ് ഞങ്ങൾ കയറുന്നത്. പക്ഷേ യൂട്യൂബിൽ കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞൊരു വലിയ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് അത് കറക്റ്റായൊരു ഫീല് കിട്ടുന്നില്ല, ആ ഒരു സംഭവം കൊണ്ടുവരാൻ പറ്റുന്നില്ല. അപ്പോൾ അതേ കുഞ്ഞുവിനെ 4 ചേട്ടന്മാരൊക്കെ കൂടിയിട്ട് 4 ചേട്ടന്മാരും കൂടിയിട്ട് സ്റ്റേജിലേക്ക് ഇരുത്തിയിട്ടുണ്ട്. ഈ ഒരു തട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പം തന്നെ അങ്ങ് എന്തെന്ന് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വീറ്റ്സൊക്കെ മാറ്റി നമ്മളത് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഞങ്ങൾ ഈ സമയത്ത് മതിമുഖി മാലതി അണിഞ്ഞൊരുങ്ങ് ആ ഒരു ഇൻട്രോയൊക്കെയാണ് ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. നമ്മളിതിപ്പോൾ അവിടെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഡാൻസ് കളിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞങ്ങളുടെ അതിഗംഭീരമായ ഡാൻസ് പ്രകടനത്തിന് ശേഷം ഞങ്ങൾ കുട്ടീനെ വീണ്ടും ഫ്രീ ആക്കി കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഒരുപാട് പേരെ പരാതിയായിരുന്നു ഡാൻസ് പെട്ടെന്ന് കഴിഞ്ഞു പോയെന്നുള്ളത്. നമ്മൾ പറഞ്ഞല്ലോ ഒരാഴ്ചത്തെ ഗ്യാപ്പല്ലേ നമുക്കുള്ളൂ, നമുക്കിത് ആദ്യമേ അറിയില്ലല്ലോ എന്ത് കുട്ടി ഇപ്പം പീരീഡ്സ് ആവുന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. അങ്ങനെ അറിയാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് ഒരു മാസം കൊണ്ടൊക്കെ പഠിച്ച് വലിയൊരു സോങ്ങൊക്കെ കളിക്കുമായിരുന്നു. ഇത് ഒരാഴ്ചയിലൊരു 3 ദിവസം കൊണ്ടാട്ടോ ഞങ്ങളിത് പഠിച്ചെടുത്തത്. പിന്നെ വീണ്ടും സ്വീറ്റ്സൊക്കെ വെച്ചു. പിന്നെ നമ്മുടെ ചെക്കന്മാർ കേക്കല്ലേ തൊട്ട് ബാക്കിലുള്ളത്, ഇവരിതിൻ്റെ പിന്നിൽ നിന്ന് പോവോ അല്ലെങ്കിൽ ഇതിൻ്റെ മുന്നിൽ നിന്ന് പോവോ, ഇവർ ജന്മം ഉണ്ടെങ്കിൽ ഒരു സ്റ്റേജിൽ നിന്ന് ഇറങ്ങത്തില്ല. ഈ കുട്ടിയുടെ ഫോട്ടോസ് എടുക്കാനൊക്കെ ആയാലും നമുക്ക് പറ്റുന്നില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഈ പടകളായി കേട്ടോ. അപ്പം കുഞ്ഞുവിൻ്റെ മാമൻ്റെ മക്കളും അതേപോലെ തന്നെ നമ്മുടെ കസിൻസും നമ്മുടെ പടങ്ങളും എല്ലാവരുമാണ് ഇരിക്കുന്നത്. നമ്മുടെ ഫോട്ടോഗ്രാഫർ ആൻഡ് വീഡിയോഗ്രാഫർ, അയ്യോ അവരെ പറ്റി എടുത്ത് പറയണം. എൻ്റെ വീഡിയോസൊക്കെ ഫുൾ എനിക്ക് എടുത്തുന്നത് നമ്മുടെ വീഡിയോഗ്രാഫർ കൂടെ വന്നിട്ടുണ്ടായിരുന്ന പയ്യനാണ് കേട്ടോ, ആരോണാണ്. അവനാണ് എനിക്ക് ഫുൾ വീഡിയോ എടുത്തത്. പ്രത്യേകം നന്ദി ഞാൻ പ്രകടിപ്പിക്കുന്നു. ചെറിയ സമ്മാനങ്ങളും കൊടുക്കുന്ന ചടങ്ങുകൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദ്യം നമ്മള് ചെറിയൊരു മധുരം തുടങ്ങുന്നതിന് അവളെ കൊണ്ട് തന്നെ ഒരു കേക്ക് കട്ട് ചെയ്ത് തുടങ്ങാണ്. അപ്പൊ കേക്ക് കട്ട് ചെയ്യാൻ പോണ്ടാ എവിടെ ഇവിടെ ചേട്ടൻ എവിടെ? അവന്മാരെ പയ്യനിപ്പോ സ്മാഷ് ചെയ്യുന്നു തോന്നുന്നു കണ്ടിട്ട്. അവിടെ ഇരുന്നു. അപ്പൊ ഫോട്ടോയിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അതെ, 3 ആളും അവിടെ നിരന്നു.
ഇനി നീ അവന്മാർക്കൊന്ന് കൊടുക്കോ? അപ്പൊ അവന്മാരെ കൈ കൊടുത്തു. ആശി മേടിച്ചിട്ട് ഓടിക്കോടാ. കൈ കൊടുത്തു. ഇനി അടുത്തത് നമ്മൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഓരോ സമ്മാനങ്ങൾ കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇതാരായിരുന്നു ഇത്? അമ്മായി ഓരോ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ആരാ? പിന്നെ അച്ഛനും അമ്മയും ഒരുപാട് ഓർണമെൻറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞുൻ്റെ അച്ഛമ്മ 2 വർഷം മുമ്പേ കണ്ടറിഞ്ഞ് പ്രവർത്തിച്ചിട്ട് ഒരു നെക്ലേസ് മേടിച്ചിട്ടുണ്ടായിരുന്നു വല്യമ്മയ്ക്ക്. ഇത് ഞങ്ങളുടെ വല്യമ്മയാണ് കേട്ടോ. കുഞ്ഞുൻ്റെ അച്ഛമ്മ, അത് ഞങ്ങളുടെ വല്യമ്മ. എന്താ പറയുക, വല്യമ്മയ്ക്ക് അറിയായിരുന്നു സ്വർണ്ണത്തിന് വില ഇങ്ങനെ റോക്കറ്റ് പോലെ കുതിച്ചു പൊന്തുന്നു. അപ്പോൾ ഞങ്ങൾ വല്യമ്മനോട് പറയായിരുന്നു. വല്യമ്മ ആദ്യമേ ഇങ്ങനെ പായ നെയ്യും. അപ്പോൾ അങ്ങനെ സ്വരൂപിച്ച് കൂട്ടി പേരക്കുട്ടിക്ക് വേണ്ടി എടുത്ത് വെച്ചൊരു നെക്ലേസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചേച്ചിയും ചേട്ടനും കുഞ്ഞിനൊരു പാദസരം മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവളൊക്കെയുള്ള ഗോൾഡ് ഓർണമെൻറ്റ്സും അല്ലാത്തത് മോതിരമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മായി എന്താ പറയുക, ഒരു മാലയും മോതിരവും മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാർ സമ്മാനങ്ങൾ കൊടുത്തുവിട്ടു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വീഡിയോ നമുക്ക് ഒരുപാട് ലെങ്ത് ആവും. ഈ ഒരു വീഡിയോ ഞാൻ ഇപ്പം എത്ര മിനിറ്റ് ഉണ്ട്? 25 മിനിറ്റുള്ളൊരു വീഡിയോ ആക്കി എടുത്തത് 3.5 മണിക്കൂറായിരുന്നു എൻ്റെ ഫോണിൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്തെ ഉണ്ടായിരുന്നത്. അതൊരു 25 മിനിറ്റിലേക്ക് ഞാൻ കൊണ്ടുവരണമെങ്കിൽ എന്തോ ഒരു പണി കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് നിങ്ങൾ കാണുന്ന ആൾക്കാർക്ക് എന്തായാലും ബോറടി ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് ആൾക്കാരെ മാത്രം, ഒരുപാട് പേര് സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ഞാനതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു കേട്ടോ. അപ്പം നെക്സ്റ്റ് ഇതാണ് നമ്മുടെ ചേച്ചി. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ചേച്ചി മാലയും ഒരു മോതിരം ഇടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വളയാണ് കേട്ടോ, പാറുവാണ് ഇട്ട് കൊടുത്തത്. പാറു കൊടുക്കാണ്ട് പിന്നെ ആര് കൊടുക്കാൻ? ബിക്കോസ് പാറുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് ബെസ്റ്റ് ബെഡി എന്ന് പറയുന്നത് കുഞ്ഞുളേച്ചിയാണ്. അപ്പോൾ പാറുവിനെ കൊണ്ട് ഇടിച്ചില്ലെങ്കിൽ പാറു വീട്ടിൽ ലഹളി ഉണ്ടാക്കും. അപ്പോൾ പാറുവിനെ കൊണ്ടാണ് നമ്മളൊരു വളയാണ് നമ്മൾ കുഞ്ഞിന് വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ സ്വീറ്റ്സ് ഓരോന്ന് ആങ്ങളമാർ ഓരോ സ്വീറ്റ്സ് കൊടുക്കുന്നുണ്ട്. മധുരം കഴിച്ച് കൊച്ചിന് മത്ത് പിടിച്ചിട്ടുണ്ടാകും. ഒന്നാമത്തെ കേസ്, സ്വീറ്റ്സ് കുഞ്ഞിന് ഇഷ്ടമല്ല. മധുരം, പായസം അങ്ങനത്തെ ഐറ്റംസൊക്കെ വലിയ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പക്ഷെ ഇത് കഴിച്ചല്ലേ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ഫാമിലിത്തെ പടകളാണ്. നമ്മുടെ എന്താ പറയുക, അടുത്ത ആൾ പാറുവാണ് നിൽക്കുന്നത്. എനിക്ക് വയ്യ ഗൈസ്. എല്ലാവരും പറയായിരുന്നു, അവിടെയുള്ള എല്ലാവരും പറയുന്നു അടുത്തത് ദേ പാറുവാണെന്ന്. അപ്പോൾ നമ്മുടെ ഈ പരിപാടി ഇവിടെ നടക്കുന്ന സമയത്ത് നമ്മളിതവിടെ സദ്യ, നമ്മൾ പപ്പടം, പഴം, 2 കൂട്ടം പായസം, ഗംഭീര സദ്യയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നമ്മൾ കൊടുത്തു തുടങ്ങി. നമ്മളൊരു 1 മണിയൊക്കെ ആവാറായി. നമ്മുടെ ഫംഗ്ഷൻ ഏകദേശം അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും 1 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. സദ്യ ഒന്നും പറയാനില്ല, നല്ല സദ്യയായിരുന്നു. അങ്ങനെ ഞങ്ങളിത് കഴിക്കുകയാണ്. എനിക്ക് ഇതെല്ലാതും കൂടെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും തലയുടെ ഉള്ളിൽ ഒരു ബോംബ് പുകഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നല്ല അസല് തലവേദന എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ തലേ ദിവസമാണെങ്കിൽ ഒരുപാട് ലേറ്റ് ആയിട്ടല്ലേ കിടുന്നത്. പക്ഷെ നമ്മളെപ്പോഴും അങ്ങനെ ഫങ്ഷൻസിൽ അങ്ങനെയായിരിക്കും അല്ലേ, നമ്മൾ എല്ലാം കഴിയുമ്പോഴായിരുന്നു ഇതറിയുള്ളൂ. പിന്നെ അച്ഛനാണ് വന്നിട്ടുണ്ടായിരുന്നത്. അച്ഛന് നമ്മുടെ വീട്ടിൽ നിന്ന് ഡ്രസ്സാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ പോയിട്ടാണ് അത് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനത് കുഞ്ഞുവിന് ആ ഒരു ഡ്രസ്സ് മേടിച്ചപ്പോൾ സെയിം ഡ്രസ്സിൻ്റെ കളർ ചേഞ്ച് ഞാൻ പാറുട്ടൻ എടുത്തു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളില്ലാതെ എന്ത് ഫോട്ടോഷൂട്ട്. പിന്നെ ഞങ്ങൾ ജസ്റ്റ് നമ്മുടെ വീടിൻ്റെ സൈഡിലാണ് കറികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ കുഞ്ചന്മാരുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അവരാണ് വിളമ്പാൻ നിന്നിരുന്നത്. അപ്പോൾ കുഞ്ചിൻ്റെയൊക്കെ ഇത് മോരൊക്കെ മേടിച്ച് കുടിച്ചു. പിന്നെ ഇതാണ് ഞങ്ങളുടെ പെൺപടകൾ കേട്ടോ. നമ്മുടെ ഫാമിലിയത്തെ പെൺപടകൾ ഇതാണ്. എല്ലാം കൂടി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ
ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൻ്റെ പേര് വീണ്ടും വെറുതെ ഒരു ഫാമിലി, അങ്ങനെയാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പേര് വന്നിട്ട്, ഫാമിലി ഗ്രൂപ്പിൻ്റെ പേര് വന്നിട്ട്. പക്ഷെ അത് വെറുതെ ഒരു ഫാമിലി അല്ല, നല്ല കാര്യമുള്ളൊരു ഫാമിലിയാണ് കേട്ടോ. നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഫങ്ഷൻ ഉണ്ടെന്നുണ്ടേ ഞങ്ങളെല്ലാവരും ഒത്തുപിടിക്കും, എന്നിട്ട് ഫങ്ഷൻ അങ്ങോട്ട് ഗംഭീരമാക്കും. പിന്നെ കല്യാണങ്ങളും പിറന്നാളും പേരുവിളിയും ഒന്നും പോലെയല്ലല്ലോ കുഞ്ഞിക്കല്യാണം, അത് ഇത്തിരി സ്പെഷ്യാലിറ്റി നിറഞ്ഞതാണല്ലേ. അപ്പോൾ നമ്മളത് പ്രാവശ്യം ഗംഭീരമാക്കി. ഞാൻ ഭയങ്കര ചേച്ചിനെ പോലെ തന്നെ ഞാനും ഭയങ്കര വെയിറ്റ് ചെയ്തിരുന്നൊരു ഫങ്ഷനാണ് കുഞ്ഞുവിൻ്റെ കുഞ്ഞിക്കല്യാണം എന്ന് പറയണത്. അത് വിചാരിച്ച പോലെ തന്നെ നല്ലോണം ഗ്രാൻഡാക്കാൻ പറ്റി. ലാസ്റ്റ് ഞങ്ങളിതേ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുഡും അടിപൊളിയായി, എല്ലാ ഫങ്ഷനും അടിപൊളിയായി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി നിൽക്കുന്നു. ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ